ഖുർആൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. അതൊക്കെ ലൈഫായ ഹദീസുകളാണ്. പിന്നൊരു ഹദീസ് ഉള്ളത് ഇഖ്റഉ മൗതാക്കും അലാ മൗതാക്കും യാസീൻ, നിങ്ങളിൽ മരണം ആസന്നമായവർക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ള ഹദീസാണ്. ആ ഹദീസിനെ ചില പണ്ഡിതന്മാർ ലൈഫാക്കിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഹസൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹസൻ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരെടുക്കൽ മരണം ആസന്നമാർക്ക് മുമ്പിൽ സൂറത്ത് യാസീൻ ഓതൽ മുസ്തഹബാണ്. അത് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും എന്ത് ചെയ്യാം, ഓതാമെന്ന് മുസ്തഹബാണെന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. മരണത്തിന് ശേഷമല്ല, മരണത്തിൻ്റെ മുമ്പാണ്. കാരണം സൂറത്ത് യാസീൻ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിലുള്ള വിഷയങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഹദീസാണ് സഹിയായി വന്നിട്ടുള്ളത്. മറ്റെന്ത് ഹദീസും കേട്ടാണെങ്കിൽ മനസ്സിലാക്കുന്നത് അത് ലൈഫാണ്, സ്ഥിരപ്പെടാത്തതാണ്.